കടലിൽ താഴ്ന്ന MSC എൽസ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി പരന്ന MSC എൽസയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സുലേഖ? സിജു, MSC എൽസയ്ക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതിനൊപ്പം തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായി ഈ കപ്പൽ മുങ്ങിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ FIR-ൽ പറയുന്ന കാര്യം. MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകൾ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും ഒപ്പം സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്ന അറിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപാകമായും ഉദാസീനമായും MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തു എന്നതുകൂടി ഈ FIR പറയുന്നു. ഇതുവഴി ഇത്തരത്തിൽ ഈ ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഒപ്പം ഇതൊക്കെ തന്നെയും ഈ പുറംകടലിലാണ് തള്ളപ്പെട്ടിട്ടുള്ളത്. ഇത് പാരിസ്ഥിതിക പ്രശ്നത്തിനും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയെന്നും FIR-ൽ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ MSC എൽസ 3 എന്ന കപ്പലിനെതിരെ കേസെടുത്തിട്ടുണ്ട് സിജു.